ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുറൂസുൽ ഇസ്ലാം 2 4ാം ക്ലാസ്സിൻ്റെ 2025 നടന്ന പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഉത്തരങ്ങളൊക്കെ ഏതാണെന്ന് നോക്കി മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ആരോടാണിത് പറഞ്ഞത്, എപ്പോഴാണ്, സന്ദർഭം ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്. അതാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത്. ആരോട് പറഞ്ഞു എന്നതാണ്. അപ്പോൾ അവിടെ അവർ ഹിജ്റ യാത്രയിൽ സൗർ ഗുഹയിൽ നിന്ന് പറഞ്ഞതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോൾ അത് അടയാളപ്പെടുത്താം. ഇനി അടുത്തത്, 1-ാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തത് 12 പേരാണ്. 12 പേര്, അത് ടിക്ക് ചെയ്യാം. പിന്നെ നരകം സൃഷ്ടിച്ചതിന് ശേഷം ചിരിച്ചിട്ടേ ഇല്ല. ആര്? മീകായിൽ അലൈഹിസ്സലാം. ഇബ്ലീസ് ശപിക്കപ്പെടാൻ കാരണം എന്തായിരുന്നു? അഹങ്കാരാണ് ശപിക്കപ്പെടാൻ കാരണം. നബി കുടുംബത്തെ ആദരിച്ച് ശിഷ്യൻ്റെ കൈ ചുംബിച്ച സഹാബി ആരായിരുന്നു? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇയ്യാക വൽ ഖലൂബ, ഇത് പറഞ്ഞത് ആരായിരുന്നു പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഇയ്യാക വൽ ഖലൂബ എന്ന്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കാനാണ്. നമുക്ക് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ നാട്ടുകാരായിരുന്നു? തോയിഫുകാരായിരുന്നു. അടുത്തത്, മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഫിലിസ്തീനിലാണ്. ഫിലിസ്തീൻ. പിന്നെ ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സ്ഥലം നഹ്ല എന്ന സ്ഥലത്താണ് ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചത്. പിന്നെ കത്തി എന്നാണ് അർത്ഥം. കത്തിക്ക് എന്താണ്? കത്തി എന്നത് മുദിയ എന്നതാണ് കത്തി എന്നതിൻ്റെ അറബി. പിന്നെ ഭക്ഷണം എന്നാണ് അർത്ഥം. എന്താണ് ഭക്ഷണം എന്നതിൻ്റെത് വജ്ബ എന്നതാണ് ഭക്ഷണം എന്നതിൻ്റെ അറബി. അപ്പോൾ അതിൻ്റെയൊക്കെ ലെറ്റേഴ്സ് അതിൻ്റെ നേരെ എഴുതുക. നമുക്ക് അടുത്തത് പൂരിപ്പിക്കാനാണ്. ഖദീജ റളിയല്ലാഹു അൻഹ നുബുവത്തിൻ്റെ ഡാഷ് വർഷം വഫാത്തായി. ഏത് വർഷമായിരുന്നു? 10-ാം വർഷം. പിന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടൽ എന്തിൻ്റെ ലക്ഷണമാണ്? അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് പെട്ടെന്ന് ദേഷ്യപ്പെടൽ. ഇസ്രാ മിഅ്റാജ് ഉണ്ടായത് റജബ് മാസത്തിലാണ്. റജബ്. പിന്നെ പരലോകയാത്രക്കിടയിൽ അതിലെ ഇടത്താവളം മാത്രമാണ് ദുനിയാവ്. അപ്പോൾ അവിടെ ഇടത്താവളം എന്നത് നമ്മൾ വിട്ട ഭാഗത്ത് എഴുതി കൊടുക്കണം. പിന്നെന്താണ്? അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിൽ ചുംബിച്ചു ഇസ്ലാം സ്വീകരിച്ചു. ശിരസിൽ, അത് എഴുതുക. പിന്നെ ലിറാബുൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മലകൾ എന്നാണ്. ലിറാബ് എന്ന് പറഞ്ഞാൽ മലകൾ എന്നാണ്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതണം. എന്താണ്? സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം? എന്താ പറയേണ്ടത്? സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? റളിയല്ലാഹു അൻഹു എന്ന് പറയണം. ആമിന ബീവിയുടെ പിതാവിൻ്റെ പേരെന്ത്? എന്താണ്? വഹബിൻ്റെ മകളാണ് ആമിന ബീവി. 2-ാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തവർ എത്രയായിരുന്നു? 75 പേരാണ് 2-ാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചത് ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു. സഹാബുൻ എന്ന വാക്കിൻ്റെ അർത്ഥം മേഘം എന്നാണ്. സഹാബുൻ എന്നാൽ മേഘം. ഉച്ചഭക്ഷണം എന്നതിൻ്റെ അറബി പദം അദാ എന്നാണ്. ഉച്ചഭക്ഷണം എന്നതിൻ്റെ അറബി പദം. പിന്നെ ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ ആദരിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞത്? ഇർക്കബു മുഹമ്മദൻ ഫി അഹ്ലിൽ ബൈത്ത്, നബി കുടുംബത്തിലൂടെ നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഉർക്കുബു മുഹമ്മദൻ ഫി അഹ്ലിൽ ബൈത്തിഹി, നബി കുടുംബത്തിലൂടെ നിങ്ങൾ മുഹമ്മദ് നബിയെ ആദരിക്കൽ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പിന്നെന്താണ്? സത്യവിശ്വാസികൾക്ക് പരലോകത്ത് എന്ത് ലഭിക്കും? സത്യവിശ്വാസികൾക്ക് സ്വർഗവും അതിലെ സുഖസൗകര്യങ്ങളും ലഭിക്കും. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം മനസ്സിലാക്കിയ സുറാഖത്ത് എന്ത് കരാറിലാണ് പിരിഞ്ഞത്? എന്ത് കരാറിലാണ് പിരിഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കുറിച്ച് ആരോടും പറയില്ലെന്ന കരാറിലാണ് പിരിഞ്ഞത്. പിന്നെന്താണ്?
തോയിഫുകാരെ നശിപ്പിക്കാമെന്ന് പറഞ്ഞ മലക്കിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്ത്? വേണ്ട, അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കിനോട് പറഞ്ഞത്. അഹദ് അഹദ്, അള്ളാഹു ഏകനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആര്? എപ്പോൾ? ആരായിരുന്നു? ബിലാൽ റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ ഉമയ്യ പീഡിപ്പിക്കുമ്പോഴാണ് ഈ പറഞ്ഞത് അഹദ് അഹദ് എന്ന്. അപ്പോൾ അത് എഴുതാം. പിന്നെന്താണ്? മേറാജിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്ത് വെച്ച് എന്തെല്ലാം കണ്ടു? എന്തൊക്കെ കണ്ടത്? ആകാശത്തെ അത്ഭുതങ്ങളും സ്വർഗവും നരകവും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരിൽ അബ്ദുൽ മുത്തലിബിന് ശേഷമുള്ള 4 ആളുടെ പേര് എഴുതാൻ നമ്മൾ ബൈത്തായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹാഷിം, അബ്ദു മനാഫ്, കുസൈ, കിലാബ്, അങ്ങനെ നമ്മൾ ബൈത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 4 പേര് എഴുതുക. പിന്നെന്താണ്? അടുത്തത് പരിഭാഷപ്പെടുത്താനാണ്. അർത്ഥം എഴുതണം. എന്താണ്? ദഹബ യസ്തദിബു ലനൽ മാ, അതിൻ്റെ അർത്ഥം എഴുതണം. എന്താണ്? അദ്ദേഹം ശുദ്ധജലം അന്വേഷിച്ചു പോയി എന്നാണ്. അദ്ദേഹം ശുദ്ധജലം അന്വേഷിച്ചു പോയി എന്നതാണ്. അടുത്തത് ഇനി 2 ഏതെങ്കിലും ഒന്നിന് 5 വരി കുറയാതെ എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തെക്കുറിച്ചിട്ടും അതിൽ 2 ഏതെങ്കിലും ഒന്ന് 5 വരി കുറയാതെ എഴുതണം. അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് രണ്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പിന്നെന്താണ്? റജബിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ട്, പിന്നെ സഹാബികളുടെ മഹത്വത്തെക്കുറിച്ചിട്ടും അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അപ്പോൾ ഇതൊക്കെയാണ് വന്നത്. ഇത്രയാണ് ദുറൂസുൽ ഇസ്ലാം 2 എന്ന ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇനി അടുത്ത എക്സാം സെക്കൻഡ് പാർട്ടിലേക്കൊക്കെ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. വീഡിയോസൊക്കെ ഉപകാരപ്പെടുത്തുക. എന്തെങ്കിലും ആവശ്യമുള്ളവരൊക്കെ എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ലിങ്കുകളൊക്കെ നമുക്ക് എക്സാം ഫെബ്രുവരി 1 വരും. എക്സാം ഫെബ്രുവരി 10 ഉള്ളിലൊക്കെ ആയിട്ടൊക്കെ എക്സാം വരും. മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വോയിസ് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.